അതുപോലെ തന്നെ താങ്കളുടെ ബ്രദർ ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ജയറാമിൻ്റെ മകൻ കാളിദാസിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തു. ആ സിനിമ പരാജയത്തിലേക്കാണ് പോയത്. ആ സമയത്ത് ജയറാം ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്? 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ജയറാമിനെ വെച്ച് ആടുപുലിയാട്ടം, ജയറാമിനൊരു റീ എൻട്രി മലയാളത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തത് ഹസീബാണ്. സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ പടമാണ്. ഹസീബുമായിട്ട് നല്ല ബന്ധവുമായിരുന്നു ജയറാം എപ്പോഴും വീട്ടിൽ വരും, നിരന്തരം ഫോൺ ചെയ്യും. അവർ ഭയങ്കര കമ്പനിയായിരുന്നു. ജയറാമിൻ്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണെന്നൊക്കെയുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഫേക്കായിട്ടുള്ള ആളാണ്. അത് ആ കാണിക്കുന്ന വിനയൊന്നും ശരിയല്ല. ഹസീബെ ജയറാമിനെ വിശ്വസിക്കരുതെന്ന് ഹസീബിനോടും ഹസീബിൻ്റെ ഭാര്യയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. എനിക്കറിയാം, പലരുടെ അനുഭവവും നമുക്കറിയാം. അതുകൊണ്ട് നീ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള, ഹസീബിനോട് പറഞ്ഞിട്ടുള്ള, എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇളയനിയും പറഞ്ഞിട്ടുണ്ട്, സകല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ അന്ധമായിട്ട് ജയറാമിനെ വിശ്വസിച്ചു. കാളിദാസൻ്റെ സിനിമ വേറെ ആരോ ചെയ്ത പടമാണ്. അത് അവരിട്ടിട്ട് പോയതാണ്, തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിട്ട് പോയത്. അത് ഹസീബിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട്, തട്ടുകേട് വന്നാൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കി തന്നിരിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഹസീബ പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങിയത്. അത് പഞ്ചാബിൽ, ഹൈദരാബാദ്, ഫിലിം സിറ്റിയിലൊക്കെ ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് പൈസ മുടക്കി ചെയ്ത സിനിമയാണ്. പഞ്ചാബിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ്, എൻ്റെ ഇളയ ബ്രദറും പറഞ്ഞു, ഹസീബെ പോയ പൈസ പോയി, ഇതിന് മുമ്പോട്ട് പോകരുത്, അത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ടും ജയറാമേട്ടനോട് ഞാനൊരു വാക്കോ, ജയറാമേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ജയറാമേട്ടൻ ധൈര്യം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആ പടം പൂർത്തിയാക്കി. വലിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമ ഫ്ലോപ്പായിപ്പോയി. സാമ്പത്തിക ബാധ്യതകൾ വന്നു, അവൻ മാനസികമായിട്ട് തകർന്നു. പിന്നീട് അവന് സ്ട്രോക്ക് വന്ന് അവൻ മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. കീഹോൾ സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. അതെല്ലാം മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ജയറാം മാത്രം അറിഞ്ഞിട്ടില്ല. ജയറാം മാത്രം ആ കാര്യം അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള സകല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. നിരന്തരം ജയറാം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ പടം ഫ്ലോപ്പായിട്ട് പോലും ഹസീബിനെ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അന്നും ചോദിച്ചിട്ടില്ല. പിന്നീട് മകളുടെ കല്യാണത്തിനാണ് വിളിക്കുന്നത്. എത്രയോ 2-3 വർഷത്തിന് ശേഷം വിളിച്ചപ്പോൾ ഹസീബിന് സംസാരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കത്തില്ല പുറത്തോട്ട് വരുന്നത്, അവൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല പറയുന്നത്. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുള്ള സമയത്ത് ജയറാം വിളിച്ചപ്പോൾ ആണ് ജയറാം അയ്യോ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അങ്ങനെ വോയിസ് മെസ്സേജ്, ഹസീബിന് സംസാരിക്കാൻ പറ്റുന്നില്ല, വൈഫാണ് സംസാരിക്കാൻ, ഹസീബിന് ആ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലും ഉണ്ട്. എൻ്റെ വാക്ക് കേട്ടിട്ടാണെന്ന് ഞാൻ എപ്പോഴും കണ്ണനോട് പറയും. എൻ്റെ ഒരൊറ്റ ഉറപ്പിന്മേലാണ് ഹസീബ് ചെയ്തത്. ഹസീബ് അതിന് ഞാൻ വരുന്നുണ്ട്, 10 ദിവസത്തിനകം ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇന്ന് വരെ വന്നിട്ടില്ല.